തൃപ്പൂണിത്തുറ എരൂരിൽ കിടപ്പുരോഗിയായ വയോധികനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. രോഗിയായ ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 24ന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഒരുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാംകുമാർ, വല്ലാതെ മനസ്സ് നോവിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പരിചരണം, സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ പടി. അതിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ? ആരോഗ്യവകുപ്പും ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷേ അതിൽ ആശ്വാസം, അച്ഛൻ ഉപേക്ഷിച്ചു പോയ മകനെ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് മികച്ച ചികിത്സയും പരിചരണവും ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉറപ്പാക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ ആ വീട്ടിലെത്തുമ്പോൾ ആ കിടക്കയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാറ്റാത്ത ഡയപ്പറും മൂത്രസഞ്ചിയും ഒക്കെ നിറഞ്ഞ വലിയ ദുർഗന്ധം നിറഞ്ഞ ഒരു മുറിയിലാണ് ആ ഷൺമുഖൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കിടന്നിരുന്നത്. തുടർന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നഗരസഭാ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി അടിയന്തരമായിട്ടുള്ള പരിചരണം ഉറപ്പാക്കി. പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ അവിടെ എത്തി. അവർ അദ്ദേഹത്തെ പഴയ പോലെയാക്കി, വൃത്തിയാക്കി, നേരെയാക്കി. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് പോലീസ് എത്തിയ ശേഷം ആ മകനെതിരെ കേസെടുക്കും, നഗരസഭാ വൈസ് ചെയർമാൻ്റെ പരാതിയിൽ കേസെടുക്കുമെന്ന് SI അറിയിച്ചു. പിന്നാലെ ആംബുലൻസ് അവിടെ എത്തുന്നു. അദ്ദേഹത്തെ വൃത്തിയാക്കിയ ശേഷം ആംബുലൻസിൽ കയറ്റി തൃപ്പൂണിത്തുറ നഗരസഭാ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ അദ്ദേഹത്തിന് മികച്ച ചികിത്സ ഉറപ്പ് നൽകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മകൻ ഇപ്പോഴും ഉരുണ്ടുകളിക്കുകയാണ്. 3 മക്കളുള്ള പിതാവിനെ ഉപേക്ഷിച്ച മകൻ പല സ്ഥലത്താണെന്നാണ് പോലീസിനോട് പോലും പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 പെൺമക്കൾക്കും അച്ഛനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറാണ് ആ മനുഷ്യൻ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ, ആരോടും അത് പറയാൻ പോലും സാധിക്കാതെ ആ കട്ടിലിൽ കിടക്കേണ്ടി വന്നത്. വീട് തുറന്നു കിടക്കുന്നത് കണ്ട് സുനിൽ എന്ന വീട്ടുടമ അകത്ത് കയറി നോക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ദുരന്തം പോലും ഉണ്ടാകുമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ഏതായാലും തിരിച്ചു വന്നിരിക്കുന്നത്. ഏതായാലും മകനെതിരായിട്ട് നിയമ നടപടികൾ ഉറപ്പുവരുത്തുമെന്ന് നഗരസഭാ അധികൃതരും പോലീസും ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ആ പിതാവിനെ ആശുപത്രിയിൽ ഇപ്പോൾ പരിചരണം ഉറപ്പാക്കുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അദ്ദേഹത്തെ പരിചരിക്കാൻ താല്പര്യമുള്ള ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് തന്നെ മാറ്റാനാണ് ഇപ്പോൾ നഗരസഭാ അധികൃതർ ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മക്കളുള്ള പിതാവിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പിതാവിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മക്കൾക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.